ഹായ് ഹലോ, നമുക്ക് റൗണ്ട് പാറ്റേൺ ടേബിൾ മാറ്റ് എങ്ങനെയാണ് തയ്ക്കുന്നത് നോക്കിയാലോ. നമുക്ക് തയ്ക്കാം. അതിനായിട്ട് നൂലെടുക്കുക, നൂലിലൊരു നോട്ട് ഇടുക. അതിന് ശേഷം 4 ചെയിന് 1 2 3 4 ഈ 4 ചെയിൻ കഴിഞ്ഞിട്ട് ആദ്യത്തെ ചെയിനിൽ നമുക്ക് അത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. അപ്പം നമുക്കിവിടെ ഒരു റൗണ്ട് ഹോള് കിട്ടിയിട്ടുണ്ട്. ആ ഹോളിൽ നമുക്ക് 11 ഡബിൾ ക്രോഷേ തിരഞ്ഞെടുക്കാം. അതിന് ആദ്യം 2 ചെയിന്, അതിന് ശേഷം 3 ചെയിൻ, അതായത് ഡബിൾ ക്രോഷയ്ക്ക് ശേഷം ഒരു ചെയിനും കൂടെ ഇടേണ്ടത് കൊണ്ട് 3 ചെയിൻ, 2 ചെയിനെ നമ്മൾ ഒരു ഡബിൾ ക്രോഷേ ആയിട്ടാണ് കാണുന്നത്. അപ്പം 3 ചെയിൻ, 2 ചെയിന് എക്സ്ട്രാ ഒരു ചെയിന്, അതിന് ശേഷം ഡബിൾ ക്രോഷേ കഴിഞ്ഞിട്ട് ഒരു ചെയിന്, പിന്നെ ഡബിൾ ക്രോഷേ, വീണ്ടും ഒരു ചെയിന്, വീണ്ടും ഡബിൾ ക്രോഷേ, വീണ്ടും ഒരു ചെയിന്. അങ്ങനെ നമുക്ക് മൊത്തം ഇത് 11 ഡബിൾ ക്രോഷേ നമുക്ക് തുന്നി വരാം. അങ്ങനെ ഞാൻ ഈ റൗണ്ട് ഫില്ല് ചെയ്തു ശേഷം നമുക്കത് ജോയിൻ ചെയ്യാം. ഇവിടെ 3 ചെയിനാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. രണ്ടാമത്തെ ചെയിനിൽ നമുക്കിത് ജോയിൻ ചെയ്യാം. രണ്ടാമത്തെ ചെയിൻ ഞാൻ ഇനി നമുക്ക് തയ്ക്കേണ്ടത് ഈ സ്പേസിലാണ്. അപ്പോൾ നമുക്ക് ഈ സ്പേസിൽ നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം 2 ചെയിൻ, അതിന് ശേഷം ഒരു ഡബിൾ ക്രോഷേ ആ സെയിം സ്പേസിൽ തന്നെ, അതിന് ശേഷം 1 ചെയിൻ, അതിന് ശേഷം നെക്സ്റ്റ് സ്പേസിൽ 2 ഡബിൾ ക്രോഷേ, ഒരു ചെയിന്, വീണ്ടും നെക്സ്റ്റ് സ്പേസിൽ 2 ഡബിൾ ക്രോഷേ, ഒരു ചെയിന്. അങ്ങനെ ഈ മൊത്തം റൗണ്ട് നമുക്കങ്ങനെ 2 ഡബിൾ ക്രോഷേ. അങ്ങനെ ഞാനിപ്പോൾ റൗണ്ട് മൊത്തം തുന്നിയിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്കതിനെ ഇവിടെ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് തുന്നേണ്ടത് ഈ സ്പേസിലാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു എക്സ്ട്രാ ചെയിനും കൂടെ ഉണ്ട്. ആ ചെയിനിലൊരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഹോളിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം വീണ്ടും നമുക്ക് 2 ചെയിന്, 2 ഡബിൾ ക്രോഷേ, അങ്ങനെ മൊത്തം 3 ഡബിൾ ക്രോഷേ നമുക്ക് ഈ സ്പേസിൽ തിന്നണം. 2 ചെയിന്, ഒരു ഡബിൾ ക്രോഷേ ആയിട്ട്, പിന്നെ 2 ഡബിൾ ക്രോഷേ, അങ്ങനെ മൊത്തം 3 ഡബിൾ ക്രോഷേ. അതിന് ശേഷം ഒരു ചെയിന്, വീണ്ടും നെക്സ്റ്റ് സ്പേസിൽ 3
ഡബിൾ ക്രോഷേ, ഒരു ചെയിന്, വീണ്ടും നെക്സ്റ്റ് സ്പേസിൽ 3 ഡബിൾ ക്രോഷേ, 1, ഒരു ചെയിന്. അങ്ങനെ ഈ റൗണ്ട് ഫുള്ള് നമുക്കങ്ങനെ 3 ഡബിൾ ക്രോഷേ 1 ചെയിൻ, 3 ഡബിൾ ക്രോഷേ 1 ചെയിൻ. അങ്ങനെ ആ റൗണ്ട് മൊത്തം ഞാൻ 3 ഡബിൾ ക്രോഷേ 1 ചെയിൻ വീതം തുന്നി. ഇനി നമുക്കത് കൂട്ടിപ്പിടിപ്പിക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ രണ്ടാമത്തെ ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമുക്ക് വീണ്ടും ഇവിടെയാണ് തയ്ക്കേണ്ടത്. അന്നേരം 2 ചെയിൻ എക്സ്ട്രാ ഉള്ളിടത്ത് അത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഈ സ്പേസിലും ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും 2 ചെയിൻ ഇട്ടതിന് ശേഷം 3 ഡബിൾ ക്രോഷേ, നമുക്ക് മൊത്തം 4 ഡബിൾ ക്രോഷേ ഈ സ്പേസിൽ വേണം. അപ്പം 3 ഡബിൾ ക്രോഷേ, 3, മൊത്തം 4 ഡബിൾ ക്രോഷേ, ചെയിൻ 1, നെക്സ്റ്റ് സ്പേസിൽ വീണ്ടും 4 ഡബിൾ ക്രോഷേ, ചെയിൻ 1, നെക്സ്റ്റ് സ്പേസിൽ വീണ്ടും 4 ഡബിൾ ക്രോഷേ. അങ്ങനെ ഈ റൗണ്ട് മൊത്തം 4 ഡബിൾ ക്രോഷേ 1 ചെയിൻ, 4 ഡബിൾ ക്രോഷേ 1 ചെയിൻ. അങ്ങനെ ആ റൗണ്ടും ഫുൾ ചെയ്തു. അതിന് ശേഷം നമുക്ക് വീണ്ടും അത് ഈ രണ്ടാമത്തെ ചെയിനിൽ കൂട്ടിപ്പിടിപ്പിക്കാം. ഓക്കെ, അതിന് ശേഷം 1 ചെയിൻ സ്ലിപ്പ് സ്റ്റിച്ച്. അതിനുശേഷം ഈ 4 ഡബിൾ ക്രോഷയിൽ 2 ചെയിനിന് ശേഷം രണ്ടാമത്തെ സ്പേസിൽ നമുക്ക് വീണ്ടും 2 ചെയിന്, ഒരു ഡബിൾ ക്രോഷേ, 1 ചെയിൻ, പിന്നെ ഈ സ്പേസിൽ 2 ഡബിൾ ക്രോഷേ, 1 ചെയിൻ. അതിൽ ഈ 4 ഡബിൾ ക്രോഷയിൽ 1, 2 ഡബിൾ ക്രോഷേ കഴിഞ്ഞിട്ട് ആ സ്പേസിൽ ഡബിൾ ക്രോഷേ, 2 ചെയിൻ 1, പിന്നെ ഈ സ്പേസിൽ 2 ഡബിൾ ക്രോഷേ, ചെയിൻ 1, ഈ 4 എണ്ണത്തിന് നടുക്ക് 2 ഡബിൾ ക്രോഷേ, 1 ചെയിൻ, പിന്നെ സ്പേസിൽ. അങ്ങനെ മൊത്തം 2 ഡബിൾ ക്രോഷേ 1 ചെയിൻ, 2 ഡബിൾ ക്രോഷേ 1 ചെയിൻ. അങ്ങനെ മൊത്തം റൗണ്ട് നമുക്ക്, അങ്ങനെ ആ റൗണ്ട് നമ്മൾ ഫില്ല് ചെയ്തു. ഇനി അത് വീണ്ടും നമുക്ക് ഈ 2 സ്റ്റിച്ചിൻ്റെ അത് കൂട്ടിപ്പിടിപ്പിക്കാം. സ്ലിപ്പ് സ്റ്റിച്ച്, വീണ്ടും ഇവിടെ ഒരു ചെയിനുണ്ട്, ആ ചെയിനിലും കൂടി നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് പിന്നെ വരുന്ന ഈ സ്പേസിലും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം വീണ്ടും 2 ചെയിൻ, 1 ഡബിൾ ക്രോഷേ, 1 ചെയിൻ, സ്പേസിൽ 2 ഡബിൾ ക്രോഷേ, 1 ചെയിൻ. അങ്ങനെ മൊത്തം സ്പേസിലും എല്ലാ സ്പേസിലും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 2 ഡബിൾ ക്രോഷേ 1 ചെയിൻ, 2 ഡബിൾ ക്രോഷേ 1 ചെയിൻ. അങ്ങനെ മൊത്തം റൗണ്ട് നമുക്ക് തുന്നി. അങ്ങനെ ആ റൗണ്ട് നമ്മൾ മൊത്തം തുന്നി വന്നു. ഇനി അത് വീണ്ടും നമുക്ക് ഇവിടെ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്ത് വീണ്ടും നെക്സ്റ്റ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്ത് വീണ്ടും ആ സ്പേസിൽ സ്ലിപ്പ് സ്റ്റിച്ച്, വീണ്ടും 2
ചെയിന്. അതിൽ വീണ്ടും നമുക്ക് 2 ഡബിൾ ക്രോഷേ, അങ്ങനെ ടോട്ടൽ 3 ഡബിൾ ക്രോഷേ. 3 ഡബിൾ ക്രോഷേ, 1 ചെയിൻ, നെക്സ്റ്റ് സ്പേസിൽ 3 ഡബിൾ ക്രോഷേ, 1 ചെയിൻ, 3 ഡബിൾ ക്രോഷേ, 1 ചെയിൻ. അങ്ങനെ നമുക്ക് ഈ റൗണ്ട് ഫുള്ള് 3 ഡബിൾ ക്രോഷേ, 1 ചെയിൻ, 3 ഡബിൾ ക്രോഷേ, 1 ചെയിൻ, അങ്ങനെ ഈ റൗണ്ട് മൊത്തം നമുക്ക് ഫില്ല് ചെയ്യാം. അങ്ങനെ ആ റൗണ്ടും ഫുള്ള് തുന്നിക്കഴിഞ്ഞു. ഇനി നമുക്കത് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തു. അങ്ങനെ ഒരു റൗണ്ട് ടേബിൾ മാറ്റ് തുന്നിക്കഴിഞ്ഞു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.